ഹായ്, ഞാൻ ഡോക്ടർ ഐഡ ആൻഡ്രൂസ്. ഞാൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നമ്മുടെ കാർഡിയോതൊറാസിക് വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കാർഡിയക് അനസ്തറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഇവിടെ മിക്ക സർജറീസും എസ്പെഷ്യലി ബൈപ്പാസ് സർജറീസാണ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പെയിൻ റിലീഫിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ എസ്പെഷ്യലി ബൈപ്പാസ് സർജറി വേണ്ടിയ പേഷ്യൻസിന് മിക്കപ്പോഴും സർജറീസ് നടക്കുന്നത് നെഞ്ചുംകൂടിൻ്റെ അല്ലെങ്കിൽ തൊറാസിക് കേജ് റിബ് കേജിൻ്റെ ആ ഭാഗത്തായിട്ടായിരിക്കും സർജറി ചെയ്യുക. അപ്പം പോസ്റ്റ് സർജറി ഒരുപാട് പെയിൻ അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് ഇമ്പ്രൂവ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് അഡ്വാൻസ് ടെക്നോളജീസായിട്ട് നമുക്ക് നെർവ് ബ്ലോക്സ് അത്രയും ഭാഗത്തെ സപ്ലൈ ചെയ്യുന്ന നെർവ്സിന് നമുക്ക് നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് നമുക്ക് അത്രയും ഭാഗം മരവിപ്പിക്കാം. അപ്പോൾ അത് പെയിൻ റിലീഫ് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ ബ്ലോക്കിൻ്റെ പേരാണ് പെക്ടോറലിസ് മേജർ ആൻഡ് മൈനർ ബ്ലോക്സ് എന്ന് പറയുന്നത്. പെക് 1 ആൻഡ് പെക് 2 എന്ന് പറയും. അപ്പം അങ്ങനത്തെ ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് പോസ്റ്റ് സർജറി ഒരുപാട് പെയിൻ റിലീഫ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല അവരുടെ പോസ്റ്റ് റിക്കവറിക്കും അത് ഒരുപാട് സഹായമായിരിക്കും. എസ്പെഷ്യലി പെയിൻ ഉള്ളിടത്തോളം അവർക്ക് ശ്വാസം എടുക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവർ കറക്റ്റായിട്ടൊരു റെസ്പിറേഷൻ ബ്രീതിങ്ങിനുള്ളൊരു ടെൻഡൻസി കുറയും. അപ്പം ഇങ്ങനത്തെ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ വേദന കുറയ്ക്കാനുള്ള ഒരു പെയിൻ റിലീഫ് മാനേജ്മെൻറ്റ് അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് റിക്കവറി പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മുടെ അനസ്തീഷ്യയുടെ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ടും നമ്മൾ പെയിൻ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം മെയിൻലി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്സ് ആണ്. അപ്പം ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി അത് പേഷ്യൻസിന് ഈ ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കുവാനും ഒരുപാട് സഹായം ചെയ്യും.